കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പേര് അഡോബ് സ്കാൻ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്യാൻ സാധിക്കും. സ്കാൻ ചെയ്തതിനു ശേഷം അത് PDF ഫയലിലാക്കി സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. അഡോബ് സ്കാൻ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ആപ്ലിക്കേഷൻ നേരത്തെ തൊട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഓൾറെഡി ഞാനിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയലിന്റെ കോപ്പി എടുക്കണമെങ്കിൽ സാധാരണ നമ്മളത് കടയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് അതിനുശേഷം അവരെ കൊണ്ടാണത് കോപ്പി എടുപ്പിക്കുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുന്ന പൈസയും നമ്മൾ കൊടുക്കണം, അതിനുശേഷം കോപ്പി എടുക്കാനുള്ള പൈസയും കൊടുക്കണം. എന്നാൽ ഇതിൽ കോപ്പി എടുക്കാൻ സാധിക്കത്തില്ല. ഇതിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, അത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഇതേപോലെ സ്കാൻ ചെയ്യുക. നിങ്ങളുടെ കാണാൻ സാധിക്കും ഒരു ബ്ലൂ കളർ ഇതിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളിത് ഫോക്കസ് ചെയ്യുക. നോക്കുക, ഇവിടെ ഞാനിത് ഫോക്കസ് ചെയ്തു. അതിനുശേഷം ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ എടുത്ത ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇത് സ്കാൻ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇത് മൊബൈലിൽ നിന്നുമാണ് എടുത്ത് കാണിച്ചത്. നിങ്ങളെ കാണിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടെസ്റ്റിൽ നിന്നും ഇതേപോലെ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മതി, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തതിനു ശേഷം ഇവിടെ ക്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ ആവശ്യമുള്ള ഭാഗം ഇതിന്റെ ക്രോപ്പ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കറിയാം സ്കാം സ്കാനർ പോലെയുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഈ കാണുന്ന പോലെ ക്രോപ്പ് ചെയ്യുക, അതിനുശേഷം ഡൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കറക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ കളർ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് സേവ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് PDF ഫോർമാറ്റിലേക്ക് സേവ് ആവുന്നതാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്കിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ ഫയൽ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ആ ഫയൽ കാണാൻ സാധിക്കും. ഞാനിവിടെ പല ഫയലുകൾ ഇവിടെ ചെയ്ത് നോക്കിയാണ്. നോക്കുക, ഇനി വീണ്ടും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഫയൽ അറ്റാച്ച് ചെയ്തു, അതിനുശേഷം അതിനോടൊപ്പം തന്നെ മറ്റു ഫയലുകളും അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്യാമറ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും എന്തെങ്കിലും ഒന്ന് സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ്. നോക്കുക, ഇവിടെ ഞാൻ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ആ ഫയൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോപ്പി ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫയൽ ആഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും, ഒന്നാമത്തെ ഫയൽ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 10ഓ 20ഓ ഫയലുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗാലറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഫ്രം ഫോട്ടോസ് അല്ലെങ്കിൽ ടേക്ക് അനദർ ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്നും ഫോട്ടോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടെ കാണാൻ സാധിക്കും. ഇതിൻ്റെയും പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തന്ന പോലെ ഗാലറിയിൽ നിന്നും കൂടുതൽ ഫയലുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഏത് ഫയലാണ് ഫസ്റ്റിൽ വരേണ്ടത്, ഏതാണ് സെക്കൻഡിൽ വരേണ്ടതെന്ന് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ മറ്റോ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുകയാണ്. വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഈ PDF ഫയൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് സൂം ചെയ്യാൻ സാധിക്കും, അതിനോടൊപ്പം തന്നെ സൂം ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനും സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇതൊന്നും ഡെയിലി ബേസ് ഉപയോഗം വരുന്ന ആപ്ലിക്കേഷൻ അല്ല. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷന്റെ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എപ്പോൾ ആവശ്യം വരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.